ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തി ചിക്കൻ റോൾ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ ഡിന്നറോ ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ചപ്പാത്തി റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതൊന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഒരുപാട് മൂത്തൊന്നും വരണ്ട, ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ ഒന്ന് മാറിയ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. ബോൺലെസ് ഇല്ലാത്തതാണ്. നമുക്ക് ഒരുപാട് വലുപ്പത്തിലൊന്നും കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പൊന്നിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണിത്. ഇപ്പം നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കസ്തൂരി മേത്തി, ഒരു 1.5 ടീസ്പൂണോളം ചാറ്റ് മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മസാലയിൽ കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുക്കായി വരട്ടെ. അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് ഇത്രയും മതി. ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ചിക്കൻ റോളിലുള്ള സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, ഒരു 2 ടീസ്പൂൺ ബാർബിക്യൂ സോസ്. നിങ്ങളുടെ കയ്യിൽ ഏത് സോസാണുള്ളത് അത് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആ സോസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ ചിക്കനും സോസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പം ചിക്കനും ആ സോസും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി റോളിനുള്ള ചപ്പാത്തി വേഗം ഒന്ന് ചുട്ടെടുക്കാം. അത് വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയാണ്. നമുക്കതൊന്ന് വേഗം ചുട്ടെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ചപ്പാത്തി റോളാക്കിയെടുക്കാം. അങ്ങനെ നമുക്കിനി ചപ്പാത്തി റോള് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചപ്പാത്തി എടുത്ത് വെച്ചു. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ആദ്യം തേച്ച് കൊടുക്കേണ്ടത് മയോണൈസാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ മയോണൈസ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെയും സോസ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് ഏകദേശം സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം. എന്നിട്ടിത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ചിക്കൻ പുറത്തേക്ക് തള്ളിപ്പോരുന്നതാണ്. അതുകൊണ്ട് നമ്മളിതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചിക്കൻ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിക്കൻ ചപ്പാത്തി റോൾ സെറ്റ് ചെയ്യാം. അതിനായിട്ട് മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് വെജിറ്റബിൾ വെച്ചും പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മയോണൈസ് തേച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ ആഡ് ചെയ്യണോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ആദ്യത്തെ ഇത് റോൾ ചെയ്തതുപോലെ തന്നെ ഇതും റോൾ ചെയ്തെടുക്കുക. ഇവിടെ മോന് വെജിറ്റബിൾ വെച്ച് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്.
അങ്ങനെ നമ്മൾ ചിക്കൻ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഒരുപാട് ടൈം ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങളുടെ ബാർബിക്യൂ സോസ് ഇല്ലെങ്കിൽ അതൊന്നും ആഡ് ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സോസാണോ ഉള്ളത് അത് മാത്രം ചെയ്ത് നിങ്ങൾക്കിത് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ അതിലേക്ക് ആഡ് ചെയ്യണോ അതെല്ലാം ആഡ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 രീതിയിൽ നിങ്ങളെ ഇത് ആക്കിയെടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.